Hello everyone, this is Shweta. My name is Indan and welcome to our channel. So we are going to start the reactions of movie Oru Vadakan Selfie. Let's watch it. Exam boy, I supply the already. Okay. Boy, I the same. Course I already sometimes please. Okay. पढ़ रहे सब पढ़ रहे Chemistry. Algebra. നീ കൂടുതൽ എന്നോട് പറയണ്ട Okay. വിളിച്ചെടുത്തേക്ക് വേറെ അല്ലേ Leader soon. ഉമേഷ് വരെ എത്തിയില്ലല്ലോ. Okay. ഓ സ്വിച്ച് ഓഫ് ബാറ്ററി ഡൗൺ ആയി കാണും. എന്റെ 5000 പോയി തോന്നുന്നു. നിന്റെ മാത്രമല്ല ഞങ്ങൾ എല്ലാരും 5000 വെച്ച് കൊടുത്തിട്ടുണ്ട്. വെറുതെ അല്ലല്ലോ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയല്ലേ. Question paper के लिए. എന്നാവും പറഞ്ഞത് കാര്യം തല്ലിപ്പൊളിയാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ആള് കറക്റ്റ് റൂട്ടാണ്. എന്ത് റിസ്ക് എടുത്തിട്ടായാലും അവൻ അത് ഒപ്പിക്കും. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തരാതെ അവൻ ഒറ്റക്കൊണ്ട് പഠിക്കൂ. അത് മാത്രം അവൻ ചെയ്യില്ല. നാളെ നടക്കുന്ന എക്സാം ഏത് സബ്ജക്റ്റിന്റെ ആണെന്ന് പോലും അവനറിയില്ല. നമ്മളല്ലാതെ ഈ കോളേജിൽ Who is such a smart guy? അവൻ വരും. Okay. Obviously. എന്തായി കിട്ടിയോ? Did you get it? ശരിയാവും. അങ്ങനെ 2x അല്ലേ? 2x ഈ എനിക്ക് കുഞ്ഞുനാളുള്ള ഡൗട്ടാണ്. ഞാൻ ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ല. എന്താണ് ഈ തീറ്റ എന്ന് പറഞ്ഞത്? അത്ര മോശപ്പെട്ട കാര്യമാണ് തീറ്റ എന്ന് പറഞ്ഞത്. നീ ഗോസ്റ്റ് തിയറം പഠിച്ചിട്ടുണ്ടോ? സ്റ്റോക്സ് കൊള്ളാലോ പേര്. इसको इंटरेस्ट ही नहीं है. He knows nothing. എല്ലാ ക്വസ്റ്റും ഉത്തരം എഴുതണ്ട. പേപ്പർ ചോർന്ന സംശയം വരും. ഞാനെന്താണ് റേഷ്യോ ടെസ്റ്റ് ഹാർമോണിക് ആൻസ് എഴുതുന്നില്ല. എല്ലാം എഴുതാണ്ടോ? ഓക്കെ ഞാൻ താങ്ക് യു സർ. എന്ത് കാര്യമുണ്ട്. യെസ് गलत पेपर. सब गए. കൈകോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈകോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ അമ്മ
ഇവർ പറയുന്നത് ഇവർക്ക് ലാബേക്ക് ഫീ വേണമെന്നാ. സാറിന് ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നേ, കുറച്ച് പൈസ അയച്ചാലോ? അമ്മ മെസ്സില്ലേ, അതൊരു ഹോസ്പിറ്റൽ ഫീസ്, കൺട്രാക്ഷൻ ഫീസ്, അമ്മ എക്സാം ഫീസ്, അമ്മ കോളേജ് ടൂർ ഫീസ്, കോളേജ് അധ്വാനം വയ്യാവേരും പണ്ടതും കയ്യിൽ നമ്മുടെ ക്ലാസ്സിൽ മൊത്തം 28 പേർക്കാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയത്. ഇൻഫോസിസ്, TCS, വിപ്രോ. അല്ലേ? ഇതിലൊരു കാര്യമുണ്ട്, 38. 4 കൊല്ലമായി ഇതുവരെ ബ്രേക്കപ്പ് ആയില്ലേ? മറ്റേ ആ വ്യാജ സർട്ടിഫിക്കറ്റ് എത്ര രൂപയാന്ന് പറഞ്ഞേ? 2.5 ലക്ഷം. ഈ സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യൂലേ? നമുക്ക് സപ്ലൈ എക്സാമിന് കളയാ. ഓക്കെ ഓക്കെ. പ്രൊവിഡൻസ് കോളേജിൽ ധന്യ, രേഷ്മ, ഞാനിവിടുന്ന് പോകുമ്പോ +2-ലായിരുന്നു കുട്ടികളൊക്കെ. വലുതായി കുട്ടികളൊക്കെ. ഉമേഷ എന്തല്ല എന്തല്ല ഇന്റെ 42 സപ്ലൈ എഴുതി എടുത്താ? അതോ സപ്ലൈ പിന്നെ കൂടിയാ? അതെ, ഈ സപ്ലി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സുഖമുള്ള വാക്കൊന്നുമല്ല. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വിളിച്ചു വരുത്തി ചെവി ചോദിക്കും. വിശാലം ഇനി കുശല ചെയ്താൽ ഈ സമൂഹത്തിൽ എന്ത് ചെയ്യും? ബ്ലഡി ഫുൾ. വേലയില്ല പട്ടധാരി. ഏട്ടൻ നേരത്തെ എത്തിയോ? എവിടെ പോണ്ടി കാലത്ത് തന്നെ? ട്യൂഷന്, ഇലക്ട്രിക്കൽ. എന്തിനാണ് ഈ ട്യൂഷനൊക്കെ പോകണം? കറക്റ്റ് സ്റ്റഡി മേറ്റ് വെച്ച് പഠിച്ചാൽ ഇതിനൊന്നും ഒരു ആവശ്യമില്ല. ഹോ, ആ സ്റ്റഡി മെറ്റിൽ നോക്കി പഠിച്ചുകൊണ്ടായിരിക്കും 3 കൊല്ലമായിട്ട് ഒരേ പേപ്പറാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇറങ്ങട്ടെ, ബിരുദ വെയിറ്റ് ചെയ്യുന്നു. ബിരുദ നാട്ടിലെത്തിയോ? അവളുടെ കല്യാണം ഉറപ്പിച്ചു. നീ ആകെ ക്ഷീണിച്ചല്ലോ. എടാ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും മേടിക്കാനേ, എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം എഴുതിയിട്ടുണ്ട്. ഓ, ഭാഗ്യം. അമ്മ കഴിക്കെടുത്ത് വെച്ചേ, എനിക്ക് നല്ല വിശപ്പ്, ഞാൻ കുളിച്ചിട്ട് വരാം. ജയിച്ചാ മതി ഈശ്വര. അച്ഛനില്ലല്ലോ അല്ലേ? ഇല്ലടാ, കടയിലാ. ഞാൻ വിളിക്കാം. മോനെ, ശൈലേഷ് വന്നു. അവയെ കുളിക്കാൻ കയറുവാ. മോനെ, അവൻ കുളിക്കാൻ. ഞാനും കുറച്ച് തിരക്കില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു സെമിനാർ ഉണ്ട്. നിന്റെ ജോലിക്കാരി എന്തായി? തൽക്കാലം ജോലിയൊന്നും നോക്കുന്നില്ല, ഹയർ സ്റ്റഡീസിന് പോകാനാണ് താല്പര്യം. ഉപരി പറഞ്ഞേ, അതിപ്പോ IIT വേണോ IIM വേണോ എന്ന് കൺഫ്യൂഷൻ. IIT ജബൽപൂരിൽ നിന്നും ഖരഗ്പൂരിൽ നിന്നും ഡെയിലി വിളിക്കും. അപ്പൊ മോനെന്ത് ചെയ്യും? സൈലന്റ് ഇടും. പോണേ. ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഞാൻ കോച്ചിങ് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. GRE, GMAT, IELTS, TOEFL, ഇപ്പൊ കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ കാറ്റ് പൂച്ചയല്ല, ഞാൻ അറിയട്ടെ, കുറച്ച് ശാസ്ത്ര പരീക്ഷകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി. എന്റെ മോൻ എന്നാണാവോ ഇതുപോലെയൊക്കെ ആവുക? മനുഷ്യൻ, പുരുഷൻ. അതെ 1950 ശേഷം വന്ന റൈറ്റ്? അതെ കലാ, സാഹിത്യം, സാംസ്കാരികം, സാങ്കേതികം, രാഷ്ട്രീയം. അതെ. കുട്ടി മനസ്സിൽ വിചാരിക്കുന്ന ആൾ അതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കുട്ടി മനസ്സിൽ വിചാരിക്കേണ്ട ഒരാളുണ്ട്. ഞാൻ തന്നെ. I love you. Truly, madly, deeply. പ്രേമിക്കാൻ വന്നേക്കുന്നു.
കൊള്ളാന്നോ? ഇവനെത്തിയ രാജേ എന്തല്ല എന്തല്ല നീ സപ്ലൈ ഒക്കെ കഴിഞ്ഞെത്തിയ? സപ്ലൈ വാക്ക് വേണ്ടി പോരുന്നിട്ടോ. ഇല്ല, മിണ്ടുന്നില്ല. എടാ നിന്റെ പണിയൊക്കെ പോയി തരും. രാത്രിയില 4-5 എഞ്ചിനീയറിംഗ് കോളേജുള്ള റൂട്ടാണ്. ഓ, കളക്ഷൻ എടുത്ത് അവൻ മരിക്കും തെണ്ടി. അവന്റെ ഒക്കെ ഒരു യോഗം. തിരക്കില്ല, പിന്നെ വിളിക്കും. ഒന്ന് കരകയറാന്ന് വിചാരിച്ചാ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങി. Okay. ഒറ്റയ്ക്ക് വേണ്ടാന്ന് കരുതി ഇതാ ഇവനെയും കൂടെ കൂട്ടി. ഇപ്പൊ പഞ്ചറൊട്ടിക്കാൻ വന്ന വണ്ടിയുടെ എഞ്ചിൻ പുറത്തിട്ട അവസ്ഥയായി. നീ ഇന്ന് അശ്വമേധ കളിച്ചോണ്ടിരുന്ന പെണ്ണില്ലേ, ഉച്ചയ്ക്ക് അവളെന്നെ വിളിച്ചിരുന്നു, എന്നെ അന്വേഷിച്ചു. നമ്പർ വെച്ചാ? ആ ഓളല്ല, ഓളുടെ വാപ്പ. ഒരു വിധത്തിലാ ഞാൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അടി പാർസൽ വന്നേ. ബാംഗ്ലൂരിൽ പർച്ചേസിങ്ങിന് പോകാൻ പറഞ്ഞിട്ട് ഈ പോയാ ഒരടി നീ മുന്നോട്ട് വെച്ചാ. വേണ്ട. വൈഫാ? ആ മുത്തേ, നീ ഭക്ഷണം കഴിച്ചാ? അത് പിന്നെ ഫോട്ടോ നല്ലതായതുകൊണ്ട്. അതിന് നീ സ്ഥിരം വീട്ടിലുള്ളതല്ലേ. മുത്തേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. എടി ഞാൻ പറയുന്നൊന്ന് കേക്കാൻ. പറയുന്നൊന്ന് കേക്കാൻ. ആഹാ, ഷർമില ബീബിയുടെ എല്ലാ ഫോട്ടോയ്ക്കും ഞാൻ ലൈക്ക് അടിക്കൂടി. വേണ്ടി വന്ന അവളെ വീട്ടിൽ പോയിട്ട് അവളെ ലൈക്ക് കൂടി. നീ അവന്റെ ബിസിനസ് കൂട്ടിക്കൂലേ? പിന്നെ ബിസിനസ് അച്ചി വീട്ടിൽ നിന്ന് ശ്രീധരൻ കിട്ടിയ പൈസയാ. അത് അവന്റെ അല്ല, എന്റെ അല്ല. നീ അത് വിട്. എന്താ പുതിയ പരിപാടി? 3-4 സബ്ജക്ട് ഉണ്ട്. Okay. ഒരു പ്രൊഡ്യൂസർ ഒപ്പിക്കാം. നീ സിനിമ എടുക്കാൻ പോവാ? സത്യം പറഞ്ഞ ബെസ്റ്റ് ടൈം ആളിയാ. ഒന്നും ടീച്ചറിനെ പറ്റി ഒരു കവിത എഴുതിയില്ലേ? എനിക്ക് അന്നേ അറിയായിരുന്നു നീ നടക്കുന്നു. നീ ഞങ്ങളുടെ കൂടെ നടന്ന വെറുതെ സമയം കളയല്ലേ. എന്താ ഷാജി നീ പറയുന്നത്? നിന്റെ ഒക്കെ കൂടെ നടന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലോ ക്ലാസിന്റെ പൾസ് മനസ്സിലാകാ? അത് പുതിയ ഫോൺ മേടിച്ചപ്പോ പഴയല് ക്യാമറ ക്ലിയറിറ്റി പോരാ. നീ ഫേസ്ബുക്ക് ശരിയാക്കിയ രമേശാ? കൊള്ളാലോ. ഡിസ്കോ. ഇതിപ്പോ എന്താ ഇങ്ങനെ ഒരു പൊതി? ഞാൻ ബസ് ഓടിക്കുന്ന റൂട്ടിലുള്ള സകല മുമ്പിളറും ബസ് കയറി കഴിഞ്ഞ 2 ചോദ്യം. കേട്ടും ഫേസ്ബുക്കിലുണ്ടോ? ലിക്വിഡ് അയച്ച് ആസ്പെക്ട് ചെയ്യും. എന്നാൽ എന്റെ തങ്കമ്മേ, 10ാം ക്ലാസ് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ഒരു പെണ്ണ് നോക്കണല്ലോ. ഈ കുണ്ട് പോക്കുണ്ട്. ആ പോക്ക് കണ്ട ഏത് പെണ്ണിനും പ്രേമം തോന്നി പോവും മോനെ. തങ്കമേ, നിന്റെ അക്കൗണ്ടിന് എന്ത് പാസ്വേഡ് വേണ്ടേ? പാസ്വേഡോ? പി ഗോമതി കേട്ടോ. അമ്മയുടെ പേരാണോടാ ഇതിനൊക്കെ? ബാക്കി പെമ്പിളറുടെ പേരാകുമ്പോ നമ്മൾ മറന്നുപോലോ. അമ്മേന്റെ പേരും ബാബർശില്ലല്ലോ. ശരി. സത്യം പറഞ്ഞ ഈ പഞ്ചാര കളിച്ച് മടുത്ത് സെറ്റിൽ ആവാൻ പോവാ. ഒരു റബ്ബർ വെച്ചോടക്കാരന്റെ മോളുണ്ട്. കണ്ടിട്ട് വിളിച്ചോടാനുള്ള ടാലന്റ് ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പരിശുദ്ധ പ്രേമങ്ങൾ കാച്ചു ഒത്ത് കിട്ടിയാ മോനെ. ഞാൻ ഒരു ബസ് ഡ്രൈവറല്ല, മുതലാളിയാ. ചേട്ടന്റെ കയ്യിൽ ഈ ഫോണിന്റെ എക്സ്ട്രാ ബാറ്ററി വല്ലതും ഉണ്ടോ? വേറെ ചോദിക്കണേ. വേറെ ആരും ഇല്ല ടൈപ്പെട്ട ഫോൺ. ഈ നാട്ടിൽ നമ്മൾ രണ്ടും മാത്രമേ ഫോൺ. എനിക്കൊരു ടാബ്ലറ്റ് മേടിക്കണായിരുന്നു. ടാബ്ലറ്റോ? നിനക്കെന്താ അസുഖം? ഈ സാംസങ്ങിന്റെ ടാബ്ലറ്റ് ഇല്ലേ, വലിയ സ്ക്രീനുള്ള ഫോൺ. വലിയ സ്ക്രീനുള്ള TV വീട്ടിലുണ്ടല്ലോ, ഇതിന്റെ ഫോണ്? അല്ലെ, വലിയ സ്ക്രീനിലെ ഫോണാകുമ്പോ നമുക്ക് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉപയോഗിക്കാമല്ലോ. അച്ഛന് മനസ്സിലാവല്ലേ, ഇത് ഇന്റർനെറ്റാ. ഈ ഇന്റർനെറ്റിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ പരിജ്ഞാനമൊന്നുമില്ല. പക്ഷേ നീ തോറ്റുപോയ പരീക്ഷയൊക്കെ ജയിക്കാൻ ഈ ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒക്കെ സഹായിക്കുമോ? നിന്റെ അച്ഛൻ മരണവാസാണ്. 10-25,000 രൂപ ചെലവ്. 5 ഡയലോഗിൽ ഒതുക്കിയില്ലേ? 15 വയസ്സ് വരെ ഉപദേശിച്ചു, 18ാമത്തെ വയസ്സിൽ തടഞ്ഞു. 21ാമത്തെ വയസ്സിൽ പ്രേമവും പൊടിഞ്ഞ് സപ്ലൈ അടിച്ച് വീട്ടിലെത്തിയപ്പോ പുച്ഛിച്ചു. ഫ്രണ്ട്സിന്റെ മുമ്പിൽ നാറ്റിക്കുക, ചോദിച്ച പൈസ തരാതിരിക്കുക. അച്ഛനായതുകൊണ്ടും കാശുള്ളത് കൊണ്ടും നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ള ധാഷ്ട്യം. ഇതുപോലെ എന്റെ വീട്ടിലുണ്ട്. നിന്നെ 10 വയസ്സ് വരെയല്ലേ തല്ലിയുള്ളൂ. എന്നെ ഇന്നലെയും തല്ലി.
Ah. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. Okay. നമ്മുടെ ആവശ്യത്തിനുള്ള കാശ് ഏത് രൂപത്തിൽ കണ്ടാലും നമ്മൾ എടുക്കണം. അത് നമ്മുടെ പ്രോവിഡന്റ് ഫണ്ട് ആണോ അച്ഛന്റെ പേഴ്സ് ആണോ പറമ്പിലെ തേങ്ങയാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കല്യാണം കഴിപ്പിച്ചങ്ങോട്ട് പൂട്ടിക്കും. പക്ഷെ അതുവരെയുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ ചെറുപ്പം, അതിന്റെ ഓരോ അണുവും നമ്മൾ ആഘോഷിക്കണം. Yes. Oh man, this picture is gonna be fun. It will be fun to watch, and it's College like ka a time college makes time them say. nostalgia And he's feeling very and all. smart, huh? He's He- very smart. Only 42 subject. Yes, only that's 42. Yeah. And the other fellow, 38. But this is gonna be crazy, and he does not even have a smartphone. Facebook, WhatsApp, तभी नया था. So वो वाला है. Facebook के पीछे तो कितना Yes, लोग starting पागल में थे, था. like friend request, Yes. friend request. But it was nice. I mean, of course, the start of the movie. Let's see how this goes. Yes. So let's wait for more, guys. Meanwhile, take care. Bye bye.